ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. മലബാർ സ്പെഷ്യലായിട്ടുള്ള ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയാലും അത് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആട്ടോ. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഞാനിപ്പോൾ 3 മീഡിയം സൈസ് ഉള്ളി ഒരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ്. ഇതേപോലെ നല്ലോണം ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഒരുപാട് പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബീഫ് വെച്ചാട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിക്കനോ എന്താ പറയുക ചെമ്മീനോ എന്ത് വെച്ചിട്ട് വേണേൽ ചെയ്യാം കേട്ടോ. ബീഫ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് വേവിച്ച ബീഫാണ്. അത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. എന്നിട്ട് ഈ ബീഫും കൂടി ഇട്ട് കൊടുക്കുക. ബീഫിൻ്റെ അളവൊന്നും അങ്ങനെ കറക്റ്റ് ഇല്ല കേട്ടോ. നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിരി ഒരു ലെയർ അനുസരിച്ചല്ല. ചിലവരിപ്പോൾ കുറച്ച് ലെയറായിട്ടേക്ക് ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 10 എണ്ണങ്ങ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു ദോശ. ഇതും എന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡുമാണ് കേട്ടോ. സ്വതവേ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പത്തിരി ഇതേപോലെ പരത്തി എടുത്തിട്ട് ഒന്ന് വാട്ടുകയൊക്കെ വേണം, ഒന്ന് ചുട്ടെടുക്കുകയെല്ലാം വേണം. അതാകുമ്പോൾ കുറച്ച് പണിയല്ലേ. ഇത് പരത്തൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ ദോശ നൈസായിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. അതിനേക്കാൾ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഒരു 1.5 കപ്പോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ ദോശ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മൈദ എടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഞാനിപ്പോൾ പാലൊഴിച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ വെള്ളം എടുക്കുക. പാലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആകും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പാലൊഴിച്ചിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വിസ്ക് വെച്ചിട്ടാട്ടോ മിക്സ് ചെയ്തെടുത്തത്. എന്നിട്ട് ഇതാ കുറച്ചും കൂടി പാലൊഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വിസ്ക് കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. മിക്സിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം നല്ലോണം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടണം കേട്ടോ. വല്ലാണ്ട് കട്ടിയായി പോവരുത്, അത് ശ്രദ്ധിക്കണം. കുറച്ച് ലൂസായിട്ടുള്ളതാട്ടോ നമ്മളെ ബാറ്റർ വേണ്ടത്, ദോശ മാവ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. നൈസായിട്ട് പരത്തി കൊടുക്കണം കേട്ടോ. കട്ടിയായി പോകരുത്, എന്നിപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നൈസായിട്ടായിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതാ ഒരു സൈഡ് ഒന്ന് കളർ മാറിയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അയ്യോ വല്ലാണ്ട് അങ്ങ് എന്താ പറയുക കുക്കാകൊന്നും വേണ്ട, ഒന്ന് അതിൻ്റെ ഒരു ഒട്ടലുണ്ടാവുമല്ലോ, അതൊന്ന് മാറി കിട്ടിയാൽ മതി. ഞാനിപ്പോൾ ഇതാ ദോശ ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണം ഏകദേശം ചുട്ടെടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഈ ഒരു മുട്ടേൻ്റെ മിക്സും കൂടി നമുക്ക് വേണം കേട്ടോ. 4 മുട്ടയൊക്കെ മതിയാവും കേട്ടോ. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് മുട്ടൻ്റെ അളവ് ചിലപ്പം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് പാലും ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ.
സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ടിപ്പോൾ ഇത് നമ്മളെ മുട്ടേൻ്റെ മിക്സില്ലേ അതിലോരോ ദോശ ഒന്ന് മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞാളുക കേട്ടോ. വല്ലാണ്ട് അങ്ങ് പ്രസ് ചെയ്ത് പിഴിയൊന്നും വേണ്ട, ഒന്ന് പിഴിഞ്ഞാളാൽ മതി. എന്നിട്ട് നമ്മൾ നെയ്യ് തടവി വെച്ച പാത്രമില്ലേ അതിലേക്ക് ഇതൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മസാല കുറച്ചിട്ട് കൊടുക്കുക. എല്ലാ ലെയറിലും കുറച്ചിട്ട് മതി കേട്ടോ മസാല. ഒരുപാടായ എല്ലാത്തുമ്മലും മുടി ഒരുപാട് മസാലയാകുമ്പോൾ കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല. എങ്ങനെയായാലും നമ്മൾ എല്ലാ ലെയറിലും മസാല വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കടിക്കുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ മസാല കൂടി പോറത് കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ എത്ര ലെയറാണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച്. ഞാനിപ്പോൾ ഏകദേശം ഒരു 10 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ബാക്കി വന്നായി മുട്ടേൻ്റെ മിക്സില്ലേ അത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് അതിൻ്റെ അടിയിലോട്ടേക്ക് അങ്ങ് പോകും. എന്നിട്ട് ഇതിനി അടച്ച് വെച്ച് കൊടുത്തിട്ട് അതിനൊരു ഹോൾസ് ഉണ്ട്. ഇപ്പം ഞാൻ ഒരു പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15-20 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യുക. അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലേ അടി കരിഞ്ഞ് പോവാണ്ടിക്കേണ്ടിയിട്ടാട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒരു സൈഡ് സെറ്റായതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിൽ ഒന്ന് നെയ്യ് തടവിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗവും കൂടി ഒന്ന് കളർ മാറിയിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടോ, കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നവരിക്കും ബൈ. താങ്ക് യു.